നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ സച്ചിൻ നല്ല ഇടിവെട്ട് പണി തന്നെയാണ് സുധിക്കിട്ട് കൊടുക്കുന്നത്. സുധി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനൊരു പണി കിട്ടുമെന്ന്. കാരണം രവീന്ദ്രൻ്റെ 50 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് സുധി ആ ഷോപ്പ് തുടങ്ങിയിരിക്കുന്നത്. രവീന്ദ്രൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയ പൈസയല്ലേ. അങ്ങനെ ഇപ്പം സുധി അത് കൈയടക്കി വെക്കണ്ടെന്ന് തന്നെ സച്ചി തീരുമാനിച്ചു. ഒടുവിൽ സച്ചി രവീന്ദ്രനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. രവീന്ദ്രൻ പറഞ്ഞു, എടാ എന്തേലും വാട്ടെ, രവീന്ദ്രന് പിന്നെ സ്വന്തം മകനല്ലേ എന്നുള്ള സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ സച്ചി അങ്ങനെ വിടാൻ ഭാവിച്ചിട്ടുണ്ടായിരുന്നില്ല. ശ്രുതിയും പതിവ് പോലെ തന്നെ ഷോപ്പിലേക്ക് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്തും വർഷയൊക്കെ അങ്ങോട്ട് വന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു, എന്താണെന്നറിയില്ല, സച്ചിയേട്ടൻ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അതെന്തായിരിക്കും കാരണം? ശ്രുതിക്കും ടെൻഷനായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതിയും രവീന്ദ്രനെയൊക്കെ കൂട്ടിക്കൊണ്ട് സച്ചിൻ രേവതിയും കൂടെ ഷോപ്പിലേക്ക് വരുവാണ്. അങ്ങനെ വരുമ്പോൾ വലിയ ജാടയോട് കൂടിയിട്ട് കസേരയിൽ ഇങ്ങനെ ഇരിക്കുവാണ് ശ്രുതി. അങ്ങനെ സച്ചിയും രവീന്ദ്രൻ എല്ലാവരും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ചോദിച്ചു, അല്ല എന്താ നിങ്ങളെല്ലാവരും ഷോപ്പിലേക്ക് എന്താന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, എന്താന്നോ, എടാ ഈ ഷോപ്പ് ആരുടെയാന്ന് നിനക്കറിയാവോന്ന് ചോദിച്ചു. ഇതെന്താ സച്ചി ഇങ്ങനെ പറയണമെന്ന് ശ്രുതി ചോദിച്ചു. നിനക്കറിയാമല്ലേ, അച്ഛൻ്റെ പണം ഉപയോഗിച്ച് വാങ്ങിയ ഷോപ്പല്ലേ ഇത്. അപ്പം ഇനി മുതൽ ഈ കസേരയിലിരിക്കേണ്ട അച്ഛനാന്ന് പറഞ്ഞു. നീ അവിടെ നിന്ന് എഴുന്നേക്കാൻ പറഞ്ഞു. ഞാനോ? ഞാനെന്തിനാ എഴുന്നേക്കണം? എഴുന്നേക്കാൻ പറഞ്ഞ് എഴുന്നേറ്റാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതി ദയനീയമായിട്ട് ചന്ദ്രമതിയെ നോക്കി. അമ്മേ എന്തൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല, ഒരു ഊഹം ഉണ്ടായിരുന്നില്ല. ചന്ദ്രമതി ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു, സച്ചിയുടെ പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമാണ്. അച്ഛൻ്റെ പണം ഉപയോഗിച്ചല്ലേ ഈ ഷോപ്പ് തുടങ്ങിയത്. അപ്പം ഇവിടെ ഈ കസേരയിലിരിക്കാനായിട്ട് എന്തുകൊണ്ട് യോഗ്യന അച്ഛനാന്ന് പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, അതൊക്കെ വേണമെന്ന് ചോദിച്ചു. വേണം. എടാ ശ്രുതി ഇങ്ങോട്ടേക്ക് എഴുന്നേക്കാനും പറഞ്ഞിട്ട് ശ്രുതിയെ കസേരന്ന് അങ്ങോട്ട് വലിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. പിന്നീട് രവീന്ദ്രനോട് പറഞ്ഞു, അവിടെ കയറി ഇരിക്കുക. അല്ല മോനെ, അത് ഇരിക്കാനല്ലേ അച്ഛനോട് പറഞ്ഞെന്ന് ചോദിച്ചു. അങ്ങനെ രവീന്ദ്രനെ ആ കസേരയിലേക്ക് പിടിച്ചിരുത്തി. കണ്ടില്ലേ, ഇപ്പോഴാണ് സെറ്റപ്പായത്. അച്ഛൻ്റെ പണം കൊണ്ട് ഉപയോഗിച്ച ഷോപ്പ് ഇനി അച്ഛന് സ്വന്തമാണെന്ന് പറഞ്ഞു. ശ്രുതിയും കൂടെ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്ക് സന്തോഷമായി. രേവതി സന്തോഷത്തോടുകൂടി സച്ചിനെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ട് വന്നു. മഹേഷ് 2 മാലയൊക്കെ ആയിട്ടാണ് വന്നേ. ഇതച്ചാ അച്ഛൻ ആദ്യമായിട്ടൊരു കടയുടെ ഓണറായിരിക്കുമല്ലേ, അച്ഛൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി കൊണ്ടേ ഒരു മാല മേടിച്ച് രവീന്ദ്രൻ്റെ കഴുത്തിലേക്ക് ഇട്ടു. ദേ ഓണറുടെ ഭാര്യയ്ക്കും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രേവതി കയ്യിലേക്ക് ഒരു മാല കൊടുത്തിട്ട് പറഞ്ഞു, ദേ അമ്മയുടെ കഴുത്തെ കൊണ്ടിടാൻ പറഞ്ഞു. അങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ രൂക്ഷമായിട്ട് രേവതിയെ നോക്കുകയാണ്. രേവതി ഒട്ടും മടിച്ചില്ല, ചന്ദ്രമതിയുടെ കഴുത്തിലേക്ക് ഇട്ടു. എങ്ങനെയുണ്ട്, കൊള്ളാല്ലേ, സൂപ്പറായിട്ടുണ്ടല്ലേ അച്ഛാ. ഇനി അച്ഛൻ വേണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറഞ്ഞു. അല്ലട മോനെ, അത് പിന്നെ ഞാനും അച്ഛൻ നോക്കിയാൽ മതി. ഇവൻ വേണം ഇവിടെ നിന്നോട്ടെ ശ്രുതി, ഒരു ജോലിക്കാരനായിട്ട് നിന്നാൽ മതി. അച്ഛൻ്റെ പണം ഉപയോഗിച്ച് തുടങ്ങിയ ഷോപ്പിൻ്റെ ഓണർ അച്ഛന്, അത്രയും മതിയെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും ശ്രുതിക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്താണ് അവിടേക്ക് അഭിലാഷ് സാർ വരുന്നത്. അപ്പം അയാൾ ഇനി ഇൻ്റർനാഷണൽ ഡീലർഷിപ്പും കാര്യങ്ങളൊക്കെ ശ്രുതിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അയാൾ അങ്ങോട്ട് വരുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞു, എടാ ശ്രുതി, ഇത് ആ അഭിലാഷ് സാർ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അഭിലാഷ് സാർ ഇങ്ങോട്ടോ? രവീന്ദ്രനാണ് ഓണറുടെ ചെയറേ ഇരിക്കുന്നത്. പെട്ടെന്ന് ശ്രുതിക്ക് ടെൻഷനായിപ്പോയി. ശ്രുതി ഓടിപ്പോയി രവീന്ദ്രനോട് പറഞ്ഞു, അച്ഛാ ആകെപ്പാടെ പ്രശ്നമാണ്, അതെ ആ അഭിലാഷ് സാർ വരുന്നുണ്ടെന്നൊക്കെ പറയണം. സച്ചി പറഞ്ഞു, വരട്ടെ, അതിലിപ്പോൾ എന്താന്ന് ചോദിച്ചു. അയ്യോ എന്നാലും അയാൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ താനല്ല ഓണറെന്നങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുമോ, തൻ്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുമോ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ. ആ സമയത്ത് സച്ചിയൊക്കെ ഭയങ്കര കൂളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും അഭിലാഷം കൂടെ കയറി വന്നിട്ട് ശ്രുതിയോട് സംസാരിക്കുകയാണ്. അപ്പോഴാണ് രവീന്ദ്രൻ ആ ചെറിയിരിക്കുന്നുണ്ട്. ആഹാ ഇത് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞു. കുടുംബക്കാർ മുഴുവനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, അത് പിന്നെ അവരെന്നെ കാണാൻ വേണ്ടി വന്നാന്നൊക്കെ പറഞ്ഞു. പിന്നീട് ശ്രുതിയോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ശ്രുതിക്ക് ഭയങ്കര പേടിയായി. സച്ചെങ്ങാനും എന്തേലും വിളിച്ച് പറയോ, താൻ പറ്റിച്ച് പണം ഉണ്ടാക്കിയിട്ടാണ് ഈ ഷോപ്പ് മേടിച്ചതെന്ന് അങ്ങനെയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഭിലാഷ് സാറിന് സഹിക്കില്ല. കാരണം തനിക്ക് വലിയ ഡീലർഷിപ്പും കാര്യങ്ങളൊക്കെ തന്നിരിക്കല്ലേ, തന്നെക്കുറിച്ചുള്ള വിശ്വാസം കൊണ്ടൊക്കെയാണ് തന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് നഷ്ടപ്പെടുമോ എന്നൊരു പേടിയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. കഷ്ടകാലം പിടിക്കാനായിട്ട് ആ സമയത്താണ് സബ് ഡീലേഴ്സ് അങ്ങോട്ട് വരുന്നത്. 3-5 സബ് ഡീലേഴ്സ് വരുവാണ്. അപ്പോൾ സബ് ഡീലേഴ്സിന് വന്നതിൻ്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടായിരുന്നു. ശ്രുതി അവരുടെ കയ്യിൽ നിന്നൊക്കെ അഡ്വാൻസ് പേയ്മെൻറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് പ്രോഡക്ട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സബ് ഡീലേഴ്സിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രുതി പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു. ശ്രുതിയെ അവർ ചോദ്യം ചെയ്യണം, എന്താ ശ്രുതി ഇത്,
സുധിയെ വിശ്വസിച്ച് ഞങ്ങൾ പണം തന്നല്ലേ, അഡ്വാൻസ് തന്നല്ലേ, ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടില്ലല്ലോ, നിങ്ങളിത് എന്ത് പരിപാടി കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സുധി പറഞ്ഞു, അല്ല സാറേ അത് പിന്നെ നമുക്ക് സംസാരിക്കാം, ഇപ്പം നിങ്ങൾ നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു. വേണ്ട വേണ്ട, കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം കിട്ടണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടണമെന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ടാണ് അഭിലാഷ് സാർ അങ്ങോട്ട് വരുന്നത്. വന്നിട്ട് ചോദിച്ചു, എന്താ സുധി, കാര്യം എന്താന്നൊക്കെ തിരക്കുന്നുണ്ട്. സുധി ആകെപ്പാടെ പെട്ടുപോയി, എന്ത് പറയണം. ഇനിയിപ്പം എങ്ങാനും തൻ്റെ ചതിയൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലോ എന്നൊക്കെയൊരു ചിന്തയായിരുന്നു. പെട്ടെന്ന് സുധി പറഞ്ഞു, ഒന്നുമില്ല സാറേ, അത് ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവരിലൊരാൾ പറഞ്ഞു, എന്തൊന്നുമില്ലെന്ന്. എൻ്റെ സാറേ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചു ഇയാൾ പ്രോഡക്ട്സ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്തി. പക്ഷേ എങ്കിൽ ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് പ്രോഡക്ട്സും കിട്ടിയിട്ടില്ല, തിരിച്ച് ആ പേയ്മെൻറ്റ് തന്നിട്ടുമില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സുധിയുടെ നേർക്ക് തിരിഞ്ഞിട്ട് അയാൾ ചോദിച്ചു, എന്താ സുധി കാര്യം? അല്ല പിന്നെ സാറേ, അത് എനിക്ക് പ്രോഡക്ട്സ് കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അഭിലാഷ് സാറിന് മനസ്സിലായി സുധി എന്തോ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെന്ന്. പെട്ടെന്ന് അയാൾ പറഞ്ഞു, അതെ, ഞാനാണ് സുധിക്ക് ഇൻ്റർനാഷണൽ ഡീലർഷിപ്പ് കൊടുത്തത്. പക്ഷേ എങ്കിലും ജപ്പാനിൽ നിന്ന് സാധനങ്ങൾ വരാനായിട്ട് കുറച്ച് ലേറ്റായി, അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രോഡക്ട്സ് കിട്ടാത്ത. സാരമില്ല, അധികം വൈകാതെ തന്നെ പ്രോഡക്ട്സ് എത്തിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ പ്രോഡക്ട്സൊക്കെ തന്നേക്കാമെന്ന് പറഞ്ഞു, തരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴത്തേന് സുധിക്ക് നേരെ തിരിഞ്ഞു അഭിലാഷ് സാർ. എന്നിട്ട് ചോദിച്ചു, എന്താ സുധി ഇത്, നിങ്ങൾ അവരുടെ ഇന്ന് പൈസ വാങ്ങിയായിരുന്നെന്ന് ചോദിച്ചു. എന്നിട്ട് എനിക്ക് പൈസ ഇട്ട് തന്നിട്ടില്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രൊഡക്ട്സിൻ്റെ പൈസ കൊടുക്കണമല്ലോ, പക്ഷെ അത് കൊടുത്തിട്ടില്ല, അതിൻ്റെ കമ്മീഷനാണ് സുധിക്ക് വേണ്ടത്. പക്ഷെ അത് കൊടുക്കാതെ കഴിഞ്ഞപ്പോൾ അയാൾ ചോദ്യം ചെയ്യണം. അപ്പോഴേക്ക് സുധി പറഞ്ഞു, അല്ല പിന്നെ സാറേ, അത് പിന്നെ ഓഹോ, അപ്പം ഇപ്പോഴേ തുടങ്ങിയോ, അപ്പം നിങ്ങളൊരു കള്ളനായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുധിയെ കുറ്റപ്പെടുത്തുവാണ് അഭിലാഷ് സാറ്. നിങ്ങൾ വാങ്ങിച്ച പണം അതെന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പോഴേക്ക് സുധി പറഞ്ഞു, അത് ഞാൻ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴത്തേനും രവീന്ദ്രൻ പറഞ്ഞു, സാറേ ഞാൻ കാര്യം പറയാമെന്ന് പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, ഇവനൊരു വീടിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ ആ വീട് കൊടുക്കാമെന്ന് പറഞ്ഞ ആൾക്കാർ അവർ പറ്റിച്ചിട്ട് പോയെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അഭിലാഷ് സാർ പറഞ്ഞു, സുധി നീ ഇത്രയ്ക്ക് മണ്ടനാണോ? എടോ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലോ ഞങ്ങൾ. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ പൈസ ഉപയോഗിച്ച് വീട് വാങ്ങാനും സ്ഥലം മേടിക്കാനും പോവാണ് ചെയ്യണ്ടേ? ബുദ്ധിയുള്ളവരെന്താ ചെയ്യുന്നത്, ആ പണം ഉപയോഗിച്ച് ബിസിനസ് വീണ്ടും ഒന്ന് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. എന്നിട്ട് നിങ്ങളിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അതും ഈ ഡീലർഷിപ്പിൻ്റെ പൈസയൊക്കെ എടുത്ത് മറിച്ചിട്ടാണോ അങ്ങനെ കൊടുക്കണം എന്നൊക്കെ ചോദിച്ച് കുറേ ചീത്ത പറയാണ്. അപ്പോഴേക്ക് സച്ചി സാറേ കാര്യങ്ങളൊക്കെ ഞാൻ പറയാമെന്നും പറഞ്ഞുകൊണ്ട് സച്ചി പിന്നെ നടന്ന കാര്യങ്ങൾ വള്ളി പുള്ളി വിടാതെ പറയണം. വിശ്വനാഥന് പണം വാങ്ങിയതും പിന്നെ അയാൾ മുങ്ങിക്കളഞ്ഞ കാര്യങ്ങളൊക്കെ. 30 ലക്ഷം പോയി സാറേ, ആ 30 ലക്ഷം കിട്ടുവാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പിന്നെ സുധി ഇവിടെ തെറ്റ് ചെയ്തിട്ടില്ല, അയാളെ വിശ്വസിച്ച് പോയി. സുധിയെ ന്യായീകരിച്ചാണ് പറയുന്നത്. കാരണം ഒരു കാരണവശാലും ഡീലർഷിപ്പ് നഷ്ടപ്പെടാൻ പാടില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സുധിക്ക് പണി കിട്ടുമല്ലോ. ഒടുവിൽ അഭിലാഷ് സാർ പറഞ്ഞു, സച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, സച്ചി പറഞ്ഞുകൊണ്ട് മാത്രം തൽക്കാലത്തേക്ക് ഈ ഡീലർഷിപ്പ് സുധിക്ക് ഞാൻ വീണ്ടും തരുക, അല്ലായിരുന്നെങ്കിലോ ഈ ഡീലർഷിപ്പ് ഇവിടെ കൊണ്ടുതന്നെ അവസാനിപ്പിച്ചാണെന്നൊക്കെ പറഞ്ഞു. സുധിയും ചന്ദ്രമതി സുധിയൊക്കെ എന്ത് ചെയ്യണമെന്നറിയില്ല, പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുക. കാരണം അവർക്ക് മനസ്സിലായി പണി കിട്ടിയെന്ന്. പക്ഷേ സച്ചി രവീന്ദ്രനൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് വീണ്ടും സുധിക്ക് ഡീലർഷിപ്പ് കൊടുക്കുന്നത്. പിന്നീട് അയാൾ പറഞ്ഞു, എത്രയും പെട്ടെന്ന് പണം ഉണ്ടാക്കി തരാൻ നോക്കണം, പറഞ്ഞു കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശങ്ങൾ കൊടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ അവർ വീട്ടിലേക്ക് വരുവാണ്. പിന്നീട് എല്ലാവരും കൂടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുധി പറഞ്ഞു, എടാ നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ, നീ എന്തിനാ എല്ലാവരും കൂടെ കൂടിക്കൊണ്ട് കടയിലേക്ക് വന്നേ, അതുകൊണ്ടല്ല എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്ത പറയണം. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു, സുധിയേട്ടൻ എന്താ പറയണേ, ഞങ്ങളൊക്കെ കടയിലേക്ക് വന്നുകൊണ്ടാണോ അഭിലാഷ് സാർ അങ്ങോട്ടേക്ക് വന്നേ? അഭിലാഷ് സാറിനെ മിക്കവാറും ഇവൻ വിളിച്ചു വരുത്തിയായിരിക്കും സച്ചി ഇതല്ല ഇതിലപ്പുറം ചെയ്യും, മിക്കവാറും ഇവൻ എന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്തായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, എൻ്റെ സച്ചേട്ടൻ അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല, സച്ചേട്ടൻ കാരണമാണ് വീണ്ടും ആ ഡീലർഷിപ്പ് കിട്ടിയത്, അല്ലായിരുന്നെങ്കിൽ ആ ഡീലർഷിപ്പ് പോലും കിട്ടത്തില്ലായിരുന്നു. നിങ്ങളിങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പറയില്ലെന്നും പറഞ്ഞുകൊണ്ട് രേവതിയും ദേഷ്യപ്പെടുകയാണ്. രേവതിയും വിട്ടുകൊടുത്തില്ല. ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു, നീ കൂടുതലൊന്നും സംസാരിക്കേണ്ടെന്ന് പറഞ്ഞ് രേവതിയുടെ തിരിവാണ്. അപ്പം കഴിഞ്ഞ ദിവസം വരെ ഭയങ്കര സ്നേഹം രേവതിയോട് കാണിച്ച, പക്ഷേ ചന്ദ്രമതിയുടെ സ്വഭാവം പെട്ടെന്ന് അങ്ങോട്ട് മാറി. അങ്ങനെ ചന്ദ്രമതി രേവതിയെ ചീത്ത പറയുന്നുണ്ട്. രേവതിക്കറിയാം തൻ്റെ അമ്മായിമ്മ തന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയണേ. കാരണം 1-2 ദിവസം വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് കടന്നു പോയതാ. ആ ദിവസങ്ങൾ ശ്രുതിയോടുള്ള ദേഷ്യം കൊണ്ടായിരുന്നു രേവതിയോട് സ്നേഹം കാണിച്ചത്. പക്ഷേ ഇപ്പോൾ അത് നേരെ തിരിയുവാണ്. പിന്നെ രേവതി അത് കൂടുതലായിട്ട് മൈൻഡ് ചെയ്യാൻ പോയില്ല. എപ്പോഴും കേൾക്കുന്നതുകൊണ്ട് രേവതിക്ക് അത്ര ഇതായിട്ട് തോന്നുകയും ചെയ്തില്ല. അങ്ങനെ ഒടുവിൽ ശ്രീകാന്ത് പറഞ്ഞു, അതെ
സച്ചേട്ടനുള്ളതുകൊണ്ട് മാത്രം കിട്ടി. അതോടെ സുധിയേട്ടൻ ഇനിയിപ്പോൾ സച്ചേട്ടനെ കുറ്റപ്പെടുത്തണ്ടെന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ രവീന്ദ്രൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സുധി, നീ കാണിക്കുന്ന കള്ളത്തരങ്ങൾക്കൊക്കെയുള്ള ശിക്ഷയാണ് നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും നീ മര്യാദയ്ക്ക് നേരെ മനുഷ്യന്മാരെ പോലെ ജീവിക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഇനിയും നിനക്കിട്ട് ഓരോ പണികൾ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി. സഹിക്കാൻ പറ്റിയില്ല ചന്ദ്രമതിക്കത്. കാരണം എല്ലാവരുടെ മുന്നിൽ താൻ നാണം കെട്ടു എന്നൊക്കെ ഒരു ചിന്ത ചന്ദ്രമതി മനസ്സിലുണ്ടായി. അവരും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി നേരെ തിരിയുമാണ്. ചന്ദ്രമതി ശ്രുതിയോട് എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളെല്ലാവരും കാരണം ഞാൻ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കുക. മര്യാദയ്ക്ക് ആ പൈസ അങ്ങ് തിരിച്ചു കൊടുത്തണം. പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലുണ്ടല്ലോ 30 ലക്ഷം രൂപയെങ്കിൽ 30 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും ആ വിശ്വനാഥനെ കണ്ടെത്തി ആ പണം കൊടുക്കാൻ നോക്ക്. അല്ലെങ്കിൽ പിന്നെ കട രവിയേട്ടൻ്റെ കയ്യിലിരിക്കും. പിന്നെ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞിട്ടോ പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് അങ്ങോട്ട് പോയി. കാരണം ഇതിനു മുമ്പ് ചന്ദ്രമതി അങ്ങനെ ശ്രുതിയോട് ദേഷ്യപ്പെടുന്നതായിരുന്നില്ല. പക്ഷേ ഇപ്പം ചന്ദ്രമതിക്ക് നല്ല ദേഷ്യമായിരുന്നു. അതുകൊണ്ടാണ് ചന്ദ്രമതി കുറേ ചീത്തയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്. ശ്രുതി ഇടിവെട്ടേറ്റ പോലെ നിൽക്കുകയാണ്. 30 ലക്ഷം രൂപ ഇവിടെ നിന്ന് ഉണ്ടായി കൊടുക്കാനാണ്. പക്ഷെ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ കട പോവുകയും ചെയ്യും. 50 ലക്ഷമാണ് ഉണ്ടായി കൊടുക്കണ്ടേ. പക്ഷെ ഇപ്പോൾ ആ 30 ലക്ഷം എങ്കിലും വാങ്ങിച്ചു കൊടുക്കാനാണ് ചന്ദ്രമതി പറയണേ. ഇല്ലെങ്കിൽ പിന്നെ കടയിൽ രവിയേട്ടൻ പോയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.